ആദ്യം ശ്രീ സ്റ്റാലിൻ ദേവൻ 10 മിനിറ്റ് കൊണ്ട് എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഉമീദ് പോർട്ടലിൽ വഖഫായി അപ്ലോഡ് ചെയ്തത് ആണ് ഇപ്പോഴത്തെ തടസ്സം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഇല്ല. അതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു പറച്ചിലാണ്. കാരണം മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ ആദ്യം മുതൽ കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഇപ്പം അദ്ദേഹം കയറിയ ഉടനെ തന്നെ കുറച്ച് മാറ്റങ്ങളെ കൊണ്ടുപോകുന്നു, നല്ല കാര്യം. പക്ഷേ മുനമ്പത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2024 മുതൽ ഇന്ന് വരെ പറഞ്ഞതൊക്കെ കള്ളങ്ങളാണ്. അവിടെ ചെന്ന് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് വഖഫ് ആക്റ്റും, അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന 1995 വഖഫ് ആക്റ്റും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് LDFിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഞാൻ വഖഫ് ബോർഡിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പോൾ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരമാണ് ഈ വഖഫ് ബോർഡ് ഈ വസ്തുവിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വഖഫ് ആക്റ്റും മുനമ്പവും തമ്മിൽ ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ ഒരു വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വെറും 10 മിനിറ്റിനുള്ളിൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണും എന്നാണ്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു സെക്ഷനും ഈ വഖഫ് ആക്റ്റിൽ ഇല്ല. കാരണം നമുക്കറിയാം, ഭരണഘടനാപരമായിട്ട് സെപ്പറേഷൻ ഓഫ് പവർ, ദ മാറ്റർ ഈസ് സബ് ജുഡീസ്. കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എക്സിക്യൂട്ടീവിന് യാതൊരു വിധത്തിലും ഉള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്ത് തീരുമാനം എടുത്താലും അത് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രം ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം അവിടെയും തെറ്റായ ഒരു പ്രചരണമായിരുന്നു നടത്തിയത്. ഒരുപക്ഷെ വോട്ടിന് വേണ്ടിയിട്ട് ആയിരിക്കാം. പിന്നെ അദ്ദേഹം ഈ വഖഫ് ഭേദഗതി നിയമം വന്നതിന് ശേഷവും അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല അല്ലേ? എങ്ങനെ ഇല്ല? വഖഫ് ഭേദഗതി നിയമം BJP സർക്കാർ കൊണ്ടുവന്നു. ഭരണഘടന അമെൻഡ് ചെയ്യണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്ന് പറയണമെങ്കിൽ ഭരണഘടന തന്നെ അമെൻഡ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് സെക്ഷൻ 97 പ്രകാരം ഞങ്ങൾക്കൊരു ഡയറക്ഷൻ കൊടുത്താൽ മാത്രം മതി വഖഫ് ബോർഡിനെന്നാണ്. സെക്ഷൻ 97 പറയുന്നത് എന്താണ്? സെക്ഷൻ 96 പ്രകാരം വഖഫുകളുടെ സെക്യുലർ മതേതരമായ ആക്ടിവിറ്റികൾ, അത് എഡ്യൂക്കേഷൻ വരാം, മറ്റ് വെൽഫെയർ, സോഷ്യൽ, എക്കണോമിക്കൽ, അങ്ങനെയുള്ള മാറ്റേഴ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡുകൾക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? ഒരു കാര്യത്തിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്യാൻ പറ്റൂ. അതും പക്ഷെ അത് ആളുകൾ ഈ ഭൂമി വാങ്ങിയത് കൊണ്ട് മാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റുകയുമില്ല അല്ലേ? മതപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ? അല്ലല്ല, ഈ വഖഫുകളുണ്ടല്ലോ, ഒറിജിനൽ വഖഫുകൾ, രജിസ്റ്റർ ചെയ്ത വഖഫുകളുണ്ടല്ലോ, അതിന് 2 രീതിയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് സെക്കുലർ ഫംഗ്ഷൻസും ഒന്ന് റിലീജിയസ്. ഈ വഖഫ് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ വഖഫ് ബോർഡിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. അതായത് ഈ ഭൂമി, മുനമ്പത്തെ ഈ 404 ഏക്കർ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനം എടുപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് അത് ഓർഡറാക്കി പുറത്തിറക്കും. അദ്ദേഹം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി, ലൈക്ക് വഖഫ് സംരക്ഷണ വേദി, നമ്മുടെ മുജീബ് റഹ്മാനുണ്ട്, പുള്ളിയെ കണക്കുള്ള ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കൂടെ? മുഖ്യമന്ത്രിക്ക് എങ്ങനെ വഖഫ് ബോർഡിനോട് പറഞ്ഞിട്ട് ഇത് വഖഫ് അല്ല എന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അത് ഈ സെക്ഷൻ 97 പറയുന്നുണ്ട്. വഖഫിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരു വാക്കിഫ്, ഇത് ഉണ്ടാക്കിയ ആൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു ഡയറക്ഷനും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്തുകൊണ്ട് 10 മിനിറ്റിനകം ഒരു പ്രശ്നം പരിഹരിക്കുക? കാരണം എന്താണ്? കേരളത്തിൽ എടുത്ത് നോക്കൂ, എത്ര പേർക്ക് വഖഫ് ആക്ട് അറിയാം? ഒരു 10,000 പേർക്ക് അറിയായിരിക്കും. ബാക്കി സമൂഹത്തിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമൂഹം വിചാരിക്കും മുഖ്യമന്ത്രി പറയുന്നത് ശരിയായിരിക്കും, സ്റ്റാലിൻ ദേവൻ പറയുന്നത് തെറ്റാണെന്നും വിചാരിക്കും. പിന്നെ ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു, മുനമ്പത്ത് നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, മുനമ്പത്തെ ജനങ്ങളെ കുടി ഇറക്കി ഒന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമോ? ഇറക്കി വിടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ പെർമിഷൻ. റവന്യൂ അവകാശം കിട്ടുമോ ഇല്ലയോ? ഇതിനെയാണ് നമ്മളിവിടെ 2 കാര്യങ്ങളായിട്ട് കാണുക. അതായത് ഇത് വഖഫ് ആണോ അല്ലയോ, അത് നാം മനസ്സിലാക്കേണ്ടത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിക്ക് മാത്രമേ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂ, മറ്റുള്ള എക്സിക്യൂട്ടീവിന് എടുക്കാൻ പറ്റത്തില്ല. 2, റവന്യൂ അവകാശങ്ങൾ. ഇത് എല്ലാവരും ദയവായിട്ട് കേൾക്കണം. കാരണം ഒരു വഖഫിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് പോലെ വഖഫ് ബോർഡ് അല്ല.
വഖഫ് ബോർഡ് വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് സെക്ഷൻ 4 പ്രകാരമുള്ള സർവേയും ക്വസൈ ജുഡീഷ്യൽ എൻക്വയറിയും നടത്തണം. ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കാൻ സാധ്യത ഉള്ള ആൾക്കാരൊക്കെ നോട്ടീസ് കൊടുക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആസ് ഫാർ ആസ് പോസിബിൾ അത് സെറ്റിൽ ചെയ്തതിന് ശേഷം വഖഫ് ബോർഡ് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനുശേഷം അത് സർക്കാരിലേക്ക് അയക്കണം. അപ്പോഴും വഖഫാകുന്നില്ല, പ്രത്യേകം ഓർമ്മിക്കുക. അതിനുശേഷം സർക്കാർ ആ വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് സെക്ഷൻ 5 പ്രകാരം ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നടത്തുന്ന നിമിഷം മാത്രമേ അതൊരു വഖഫായി മാറുന്നുള്ളൂ. ഇത് 2019 തന്നെ വഖഫായി കഴിഞ്ഞുവല്ലോ. എങ്ങനെയായി? നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ ജനുവരി മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പുതിയ ലേറ്റസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച കേസുകളും വഖഫ് ട്രൈബ്യൂണൽ കേൾക്കാൻ പാടില്ല. ഇപ്പോൾ മുൻപത്തെ സംബന്ധിക്കുന്ന കുറച്ച് കേസുകൾ വഖഫ് ട്രൈബ്യൂണലിൽ ഉണ്ട്. നാം ഓർക്കേണ്ടത് സെക്ഷൻ 5 പ്രകാരമുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ കേസുകൾ എങ്ങനെയാണ് വഖഫ് ട്രൈബ്യൂണൽ കേൾക്കാൻ പോകുന്നത്? ഞാൻ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, അതിന്റെ റൂൾസ് ആയിട്ടില്ല അല്ലേ, മുഴുവൻ റൂൾസും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പഴയ വഖഫ് നിയമം പോലെ അല്ലല്ലോ വഖഫ് ഭേദഗതി നിയമം. അത് വഖഫായി നേരത്തെ കണ്ടെത്തിയ ഭൂമിയെ വഖഫ് അല്ലാതായി ഡിക്ലെയർ ചെയ്തതിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്മേലൊരു തീരുമാനം എന്തുകൊണ്ട് വരുന്നില്ല? ആരിൽ നിന്ന്? അല്ല, വഖഫ് ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി വഖഫ് അല്ല നോട്ടിഫൈ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് തീരുമാനം വരുന്നില്ല? അതിനും സാധിക്കില്ലല്ലോ. അല്ലല്ല, നോട്ടിഫിക്കേഷൻ എന്നൊരു വസ്തുതയെ വഖഫ് ആക്ടിലില്ല. വഖഫായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വഖഫ് ആക്ട് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രകാരമുള്ള പരിഹാരം വഖഫ് ട്രൈബ്യൂണലിൽ കൂടി കാണണം. ഞാൻ പറയട്ടെ, വഖഫ് ഭേദഗതി നിയമത്തിലും മുനമ്പത്തിന് ആശ്വാസമില്ല. 2A പ്രകാരമുണ്ട്. റൂൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂൾസ് വന്നിട്ട്, പക്ഷേ അവിടെ റൂൾസ് വന്നിട്ടില്ല. കഴിഞ്ഞ ഈ BJP സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സുപ്രീം കോടതി സെപ്റ്റംബർ 15-ന് ഇടക്കാല ഉത്തരവിട്ടു. ഒരു ഭേദഗതിയിലെ ഒരു സെക്ഷനും സ്റ്റേ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇതുവരെ 8 മാസം കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ അതിൽ റൂൾസ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞില്ലേ ഈ ഡാറ്റ ആൻഡ് പോർട്ടൽ, ഈ ഉമീദ് പോർട്ടലിൽ അതിനെ സംബന്ധിക്കുന്ന മാത്രം റൂൾസ് അവർ പാസ്സാക്കിയെടുത്തു. പക്ഷേ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അവർ എത്രയോ പ്രോപ്പർട്ടി, വലിയ അളവിലുള്ള പ്രോപ്പർട്ടികളാണ്, അത് വഖഫ് അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്, നേരത്തെ വഖഫായി കണ്ടെത്തിയത്. അതെന്തുകൊണ്ട് സംസ്ഥാനത്ത് പറ്റുന്നില്ല എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. യോഗി ആദിത്യനാഥ് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നടത്തുന്ന രജിസ്ട്രേഷൻ ഒരു സം ഇൻഫർമേഷൻ ദേ ആർ അപ്ലോഡിങ്, അല്ല ഒരു രജിസ്ട്രേഷൻ ഒന്നും അല്ല. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദ വഖഫ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് യൂസ് ആൻഡ് ഓക്കുപ്പയർ. ഇവിടെ ഇവരെന്ത് കൊടുത്തു കാണും? കടലിൻ്റെയും കൂടി ബൗണ്ടറി ഇവർ കൊടുത്തു കാണും. അവരുടെ സർവേ നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ഈ ഇൻക്ലൂഡിങ് യൂസ്, ഇപ്പോൾ ആരാ യൂസ് ചെയ്യണത്? 610 കുടുംബങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒക്കുപ്പയർ ആരാണ്? 610 കുടുംബങ്ങളാണ് അത് ഒക്കുപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്രിയേറ്റേഴ്സ് ഡീറ്റെയിൽസ്, പിന്നെ ഇതുണ്ടാക്കിയ സിദ്ദിഖ് സെക്യൂരിറ്റി പേര് കൊടുത്ത് കാണും. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇവിടുന്ന് എത്ര വരുമാനം കിട്ടും, ഈ ഡീറ്റെയിലാണ് ഇവർ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. മുൻപത്തെ വസ്തു നിന്ന് ഒരു പൈസയെങ്കിലും ഈ വഖഫ് ബോർഡിന് കിട്ടുന്നുണ്ടോ വഖഫ് എന്നുള്ള നിലയിൽ? അടുത്ത പിന്നെ എക്സ്പെൻസാണ്. അതായത് ഇതിൽ നിന്ന് വർഷാവർഷം ഈ വഖഫിൻ്റെ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ ചിലവുകൾ ഉണ്ട്. അടുത്തതായിട്ട് അലോക്കേഷൻ ഓഫ് വഖഫ് ഫണ്ട്സ്, ഈ ശമ്പളം, മുത്തവലിയുടെ ശമ്പളവും മറ്റും. ഇനി അതർ അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ നോക്കണം. ലിറ്റിഗേഷൻ സ്റ്റാറ്റസ്, ഡീറ്റെയിൽസ് ഓഫ് ഓൺ ഗോയിങ് കോർട്ട് കേസസ് ഇൻവോൾവിങ് വഖഫ് പ്രോപ്പർട്ടീസ്. അപ്പോൾ മുൻപത്തെ സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിൽ കേസുണ്ട്, ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനൊരു ഫൈനാലിറ്റിയും ഇല്ല. അപ്പോൾ ഇതൊരു തടസ്സവുമല്ല, ഒരു തടസ്സവുമില്ല. ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ 8ൻ്റെ പണി തന്നു, ഈ കുറച്ച് ഇൻഫർമേഷൻ ആ ഡാറ്റ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു പരിപാടി. അതായത് ജനങ്ങൾക്ക് വീണ്ടും 8ൻ്റെ പണി അദ്ദേഹം കൊടുക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ പറയുന്ന അപ്ലോഡ് ചെയ്ത ഈ വിവരങ്ങളുണ്ടല്ലോ അത് പരിഗണിച്ചുകൊണ്ട് അത് ഈ മുനമ്പത്തെ ഭൂമി അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അത് റിമൂവ് ചെയ്യണമെന്ന്. അതെന്താണ് അങ്ങനെ സാധിക്കും? അതാണിപ്പം യോഗി ആദിത്യനാഥ് ചെയ്തത്. കാരണം അതിന് ഇവർ പറയേണ്ട കാര്യമില്ല. ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇത് വന്നിട്ട്
അവർ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആരെങ്കിലും ഒരു നിവേദനം കൊടുക്കാതെ തന്നെ അത് ഇവർ പരിശോധിക്കുകയും ഭാവിയിൽ ഈ കേസും കാര്യങ്ങളും കൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു ഫൈനാലിറ്റി കിട്ടും. ഒരിക്കലുമില്ല. സുപ്രീം കോടതി ഇപ്പോൾ അടുത്ത മാസം പറയാൻ പോകുന്നത് വഖഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം വരുത്തണ്ടേ? അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ള കാരണത്താൽ അങ്ങേർക്ക് ഈ 10 മിനിറ്റ് സമയം പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ആൾക്കാരെ വീണ്ടും, അതായത് LDFനോ UDFനോ BJPക്കോ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് മുനമ്പം ജനതയ്ക്ക് ഒരു ആശ്വാസം നൽകാൻ കഴിയില്ല. BJPക്ക് സാധിക്കും. എന്താണ്? ഈ സെക്ഷൻ 2A റൂൾസ് ഫ്രെയിം ചെയ്ത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കാം. അത് ഇതുവരെ ആയിട്ടുമില്ല. അത് പാസ്സാക്കിയിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവർക്കൊരു പരിഹാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.